മോത്തിലാൽ നെഹ്റുവിന്റെ നാമം. അദ്ദേഹം മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 2 തവണ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു മോത്തിലാൽ നെഹ്റു. ആ മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തിനെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ സമ്പത്തും ഒരു ത്രാസിലും മറ്റേ ത്രാസിൽ മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തും തൂക്കിയാൽ മോത്തിലാലിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്നാണ് ബ്രിട്ടീഷുകാർ അതിനെപ്പറ്റി പറഞ്ഞത്. അത്രയും വലിയ കോടീശ്വരനായിരുന്ന മോത്തിലാൽ നെഹ്റുവിന്റെ സമ്പത്തിന്റെ മൃഗീയമായ പോർഷനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യർക്ക് പോരാടുവാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ആസൂത്രണത്തിനും കെട്ടിപ്പടുക്കുന്നതിനുമായിട്ട് ചിലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം. ആ മോത്തിലാലിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ കഴിയുന്ന മോത്തിലാലിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് വേണമെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തന്നെ ഒരു ജോലി, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വലിയ ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. പക്ഷേ മോത്തിലാലിന്റെ മകനായ ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നെഹ്റുവിനെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കണം, ഏതാണ്ട് 11 വർഷക്കാലത്ത്